പറയണ്ടെന്നാ തീരുമാനം. കുട്ടിച്ചനെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. എല്ലാവരോടും മറച്ചു വെക്കുകയാണെങ്കില് പിന്നെ ഇവിടെ മാത്രം എന്തിനാ പറയണേ? എന്റെ കാര്യത്തില് ഞാൻ വേദനിക്കുന്നത് പോലെ കുട്ടിച്ചനും വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമേ. കുട്ടിച്ചൻ എന്താ ഒന്നും പറയാത്ത? മോള് സീതാദേവിയുടെ കഥ കേട്ടിട്ടില്ലേ? ഭൂമിയിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവുമായിരുന്നു സീതാദേവിയും ഭഗവാൻ ശ്രീരാമനും. എന്നിട്ട് ഒരു നാൾ രാമൻ സീതയെ സംശയിച്ചു, അതും വായാടിയായ ഒരു അലക്കുകാരന്റെ വാക്ക് കേട്ട്. അവിടെയാണ് തന്റെ സംശുദ്ധി തെളിയിക്കാൻ സീതാദേവിക്ക് അഗ്നിപരീക്ഷ നടത്തേണ്ടി വന്നത്. നിന്നെ സംബന്ധിച്ചിടത്തോളം അരുണിന്റെയും സ്നേഹയുടെയും വിവാഹം ഒരു അഗ്നിപരീക്ഷയായിരുന്നു. അതിൽ നീ ജയിച്ചു. കുട്ടിച്ചന്റെ സന്തോഷത്തിന്റെ അളവ് എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളെ മൈഥിലി, സമാധാനം കിട്ടിയെന്ന് കരുതി ജാഗ്രത കളയരുത്. തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും സൂക്ഷിക്കണം. ഇതൊന്ന് കഴിഞ്ഞാ എനിക്കെന്റെ ജോലിയും മക്കളും അത്രേ ഉള്ളൂ. മോളിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ? ഇല്ല കുട്ടിച്ച, അവിടെ സാരംഗിന് ഗസ്റ്റ് ഉണ്ട്. ആര്? പുതിയ പാർട്ട്ണർ മായ മഹേശ്വരി. നീ ഒഴിഞ്ഞു കൊടുത്തതാണോ? അല്ല കുട്ടിച്ച, അവിടെ നിൽക്കാനുള്ള മനക്കരുത്തില്ല. നിൽക്കണമായിരുന്നു. അർഹതയുള്ളവർക്കേ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാളെ എന്റെ കുട്ടി കരയേണ്ടി വരും. കുട്ടിച്ചൻ പറഞ്ഞത് നേരാ മോളെ. അർഹതയില്ലാത്തവർക്ക് സ്വാതന്ത്ര്യവും കൊടുക്കരുത്, ബഹുമാനവും കൊടുക്കരുത്. സാരംഗിന്റെ ജീവിതം സാരംഗിന്റേത് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ തടയുന്നേ? എന്നാ പിന്നെ മോള് ഇവിടെ തന്നെ ഇരിക്കേ. ഇല്ല കുട്ടിച്ച, ഞങ്ങൾ ഇറങ്ങാം. യദക്കുട്ടന് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ബീച്ചിൽ പോവും. ബീച്ചിൽ പോകുന്നുണ്ടോ? പോകാം. എന്തോരം നാളായില്ലേ? അതല്ലേ ഇന്ന് പോകുന്നേ. കുട്ടിച്ച വരുന്നുണ്ടോ? അയ്യോ, അമ്മൂമ്മ ഇവിടെ കിടക്കല്ലേ മോനെ. അമ്മൂമ്മയെ ഒരു വീൽ ചെയറിൽ ഇരുത്താൻ പറ്റില്ലേ അമ്മേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മൂമ്മയും കൊണ്ടുപോവാം. അമ്മൂമ്മയ്ക്ക് നല്ല സന്തോഷമായനെ. അമ്മൂമ്മയുടെ അസുഖത്തിന്റെ കാര്യം മോന് മുഴുവനായിട്ട് അറിയില്ല. അതുകൊണ്ടാ മോൻ പറഞ്ഞ അവസ്ഥയിലേക്ക് അമ്മൂമ്മയെ എത്തിക്കാൻ വേണ്ടിയാ എല്ലാവരും കൂടി ശ്രമിക്കുന്നത്. അങ്ങനെയാവുമ്പോ യദുക്കുട്ടൻ വന്ന് അമ്മൂമ്മയെ കൂട്ടിക്കൊണ്ടു പോയിക്കോ. അമ്മൂമ്മ നോയിക്കോ. ഒരു ദിവസം അമ്മൂമ്മയെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഞാൻ ബീച്ചിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടുത്തെ കാഴ്ചയിൽ മുഴുവൻ കാണിച്ചു തരും. പിള്ളേര് പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നാ ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോളെ. വാ. അമ്മേ വാ. അമ്മയില്ല, മോൻ കളിച്ചോ. മോനെ, കപ്പലണ്ടി വേണ്ടേ? അമ്മ ഞാൻ പറഞ്ഞ ആഗ്രഹമെല്ലാം കൂടെ തീർത്തു തരാണോ? പിന്നെ ഇതൊക്കെ എന്ത്? യദുക്കുട്ടനെ എന്തോരം സ്ഥലങ്ങളിൽ കൊണ്ടുപോകണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? സത്യമായിട്ടും? പിന്നില്ലാതെ. പണ്ട് നമ്മൾ ഒന്നിച്ച് പ്ലാൻ ചെയ്യാറില്ലേ? എപ്പോ അവധി കിട്ടിയാലും എവിടെയെങ്കിലും പോണം, കറങ്ങണമെന്നൊക്കെ. ഇപ്പൊ അതൊന്നും നടക്കാറില്ലല്ലോ. വേണ്ട അമ്മേ, അച്ഛനും ചേച്ചിയും കൂടെ ഇരുന്നപ്പോ പ്ലാൻ ചെയ്ത പോലെയൊന്നും ഇപ്പൊ പറയണ്ട. എനിക്ക് ഒരുപാട് സ്ഥലത്തൊന്നും പോണ്ട. വല്ലപ്പോഴും ഒരിക്കൽ അമ്മ ഇതേപോലെ എന്നെ ഒന്ന് കൊണ്ടുവന്നാ മതി. ഇന്ന് അമ്മയ്ക്ക് നല്ല സന്തോഷമല്ലേ? അരുണങ്കളുടെ സ്നേഹാന്റിയെ കല്യാണം ഉറപ്പിച്ച കാര്യം പറഞ്ഞപ്പോ എന്ത് രസമായിരുന്നു അമ്മയെ കാണാൻ. എന്ത് രസം? നന്നായി ചിരിക്കുമ്പോ അമ്മയെ കാണാൻ നല്ല രസാ. പിന്നെ എന്റെ ഫ്രണ്ട്സ് പറയുമല്ലോ. പിന്നെ പിന്നെ ഒന്നുമല്ല, സത്യമാ. അവര് പോയിട്ടുണ്ടാവും അമ്മേ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന. അറിഞ്ഞൂടാ, അമ്മ വിളിച്ചില്ല. നമുക്ക് കുറെ കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ അമ്മയ്ക്ക് അവരെ കാണണ്ടല്ലോ. അമ്മ മോനോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നമ്മുടെ വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ? അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത്, അമ്മയും യാമിയും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ
യദുക്കുട്ടനെ ശരിക്കും മനസ്സിലാവാറുണ്ടോ? ഓ അമ്മേ, അമ്മ കരയുമ്പോ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട്. അമ്മയെ കരയിക്കുന്നവരൊക്കെ കുറെ നാൾ കഴിയുമ്പോ വിഷമിക്കും. അമ്മ നോയിക്കോ. മോൻ എപ്പോഴെങ്കിലും അമ്മയെ വിഷമിപ്പിക്കോ? ഇല്ലല്ലോ. ഞാൻ മാത്രമല്ലേ അമ്മയ്ക്കുള്ളൂ. ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. നമുക്കൊരു ദിവസം അപ്പൂപ്പൻ്റെ അടുത്ത് പോയാലോ? അപ്പൂപ്പന്റെ നാട്ടില്. ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? അപ്പൂപ്പന്റെ അടുത്താകുമ്പോ അമ്മ വല്ലാതെ മാറും. അമ്മ ചിരിക്കും, അപ്പൂപ്പനോട് തമാശ പറയും. അതൊക്കെ എനിക്ക് കാണാമല്ലോ. പോവാടാ, എപ്പോഴെങ്കിലും പോണം. ഒരു 2-3 ദിവസം നിൽക്കണം. ഈ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ആ നാട്ടുകാരിയായിട്ട് അവിടെ കൂടെ ഒക്കെ നടക്കണം. എല്ലാവരുമായിട്ട് സംസാരിക്കണം. അമ്മയുടെ നാടിനെ കുറിച്ച് അമ്മ പറയുന്ന കേൾക്കാൻ തന്നെ നല്ല രസാ. പോവാം, അധികം വൈകാതെ പോവാട്ടോ. ഇനി തെരയില് കളിക്കുന്നുണ്ടോ? കുറച്ചു നേരം കൂടെ കളിക്കട്ടെ. കുറെ നാള് വരാതിരുന്നതിന്റെ ക്ഷീണം ഒന്നിച്ച് തീർക്കല്ലേ? ചെല്ല്. ഗസ്റ്റ് ലഞ്ച് കഴിച്ചോ സുമേ? കഴിച്ചു. എപ്പോഴാ തിരിച്ചു പോയത്? പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. പോയിട്ടില്ലേ? സാരംഗ്, അവരിതുവരെ പോയില്ലേ? ആര്? നിങ്ങളുടെ ഗസ്റ്റ്, നിങ്ങളുടെ പാർട്ട്ണർ മായാ മഹേശ്വരി. ഇല്ല. എന്താ കാരണം? അവരെ ഇവിടെ താമസിപ്പിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാന്നാ ഞാൻ ചോദിക്കുന്നത്? മായയോടെ വന്നതിന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ തങ്ങുന്നതിനും പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. സാരംഗ്, ഇതൊരു കുടുംബമാണ്. ആയിരിക്കാം. ആയിരിക്കാമെന്നോ? ഇതൊരു കുടുംബമായിട്ട് സാരംഗിന് തോന്നിയിട്ടില്ലേ? മുമ്പ് അങ്ങനെ തോന്നിയിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലെന്ന് രണ്ടുപേരും പരസ്പരം സമ്മതിച്ചല്ലേ. പിന്നെന്താ? വാശി ഒരു ഭാഗത്ത് മാത്രമുള്ളതല്ലല്ലോ. നമ്മുടെ വാശി മറ്റുള്ളവർ സഹിക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെ മറ്റുള്ളവരുടെ വാശി നമ്മളും സഹിക്കേണ്ടി വരുമെന്ന് കരുതണം. തന്റെ ഇന്നത്തെ പ്രോഗ്രാം താൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താണെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ മായ തന്നെ കണ്ടിട്ട് പോയാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. സിമ്പിൾ. സാരംഗ്, ആ സ്ത്രീയോട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയണം. ഇല്ലെങ്കിൽ ഞാനത് പറയും. അതിന് സാരംഗ് ഉന്നയിക്കുന്ന ഒരു ന്യായവും ഞാൻ കാര്യമാക്കില്ല. ബുദ്ധിമുട്ടാണ്. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അത് കാണിച്ചു തരാം. ഈ വീടിനകത്ത് അവകാശങ്ങളും പങ്കുവെക്കലും ഒക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ അവരുടെ സാന്നിധ്യം ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. വേണ്ട. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മാന്യമായ ഒരു അകലമുണ്ട്. അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ചാൽ എനിക്കും ചിലത് തീരുമാനിക്കേണ്ടി വരും. എന്ത് തീരുമാനിക്കും നിങ്ങള്? എല്ലാം കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തല്ലോ. എന്റെ മകൻ, നിങ്ങളുടെ മകള്. എന്തിന്? കുഞ്ഞുങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദം പോലും നിങ്ങൾ അരിഞ്ഞു കളഞ്ഞില്ലേ? അവരെ തമ്മിൽ ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛന് ഇതല്ല, ഇതിന്റെ അപ്പുറം സാധിക്കും. പക്ഷേ അത് ആണത്തത്തിന്റെ അഹങ്കാരമായിട്ടോ വലിയ കഴിവായിട്ടോ ഒന്നും സാരംഗ് തെറ്റിദ്ധരിക്കരുത്. എത്ര തന്നെ താൻ തർക്കിച്ചാലും മായ ഇന്നിവിടെ തന്നെ ഉണ്ടാവും. സാരംഗ്, ഒരുപക്ഷെ എന്റെ കുടുംബത്തിലെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ നമുക്ക് രണ്ടുപേർക്കും അപ്പുറത്തേക്ക് എനിക്ക് പോകേണ്ടി വന്നേക്കാം. എന്ന് പറഞ്ഞ നിയമത്തിന്റെ വഴിക്ക്. കാരണം ഇതുപോലുള്ള അഹങ്കാരങ്ങളൊക്കെ അനുവദിച്ചു തന്ന ഒരുപക്ഷെ നിങ്ങൾ സ്വയം അങ്ങ് ചിന്തിക്കും ആരൊക്കെയോ ആണെന്ന്. അത് വേണ്ട. മൈഥിലി, പ്ലീസ്. ഓക്കെ, കുറച്ച് സമയം സാരംഗിന് ഞാൻ അനുവദിച്ചു തരാം. അതിനുള്ളിൽ അവരിവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒരു ബന്ധവും മുറിയാൻ പാടില്ലെന്ന് വാശി പിടിക്കുന്ന ഡോക്ടർ മൈഥിലി ആയിരിക്കില്ല പിന്നെ നിങ്ങൾ കാണുക. ഇതെന്റെ അവസാന വാക്ക്. വേണ്ട സാർ, അവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. സാർ എന്ത് വാശി കാണിച്ചാലും ഇക്കാര്യത്തില് മാഡം പറയുന്നത് തന്നെയാണ് ശരി. ഒന്ന് പോകുന്നുണ്ടോ? അടുക്കളയിൽ അലുമിനിയ പാത്രം ഭരിക്കുന്ന രീതിയിൽ ഈ കുടുംബത്തിലുള്ളവരും ഭരിക്കാന്ന് കരുതണ്ട. അതിന് ആരുടെ പിൻബലം ഉണ്ടായാലും വയ്ക്കോ. എന്താ ഒരു ക്ഷീണം പോലെ? ഏയ്, ഒന്നുമില്ല. വല വിരിച്ചിരുന്ന് ഇരയെ പിടിച്ചിട്ട് ഓരോരുത്തരായി രക്ഷപ്പെടുന്നത് കാണുമ്പോ സഹിക്കുന്നില്ല അല്ലേ? മൈഥിലി മോൾ ഒന്ന് ജയിച്ചു. ആ കല്യാണം അവൾ ഗംഭീരമായി നടത്തി. ആ കുട്ടികൾ നന്നായി ജീവിക്കുകയും ചെയ്യും.
കുട്ടിച്ചൻ തോറ്റു. ആ ധൈര്യത്തിലാണ് ലക്ഷ്മി കനം കൂടിയ വാക്കുകളെല്ലാം മൈഥിലിരിക്കുമ്പോഴും പറഞ്ഞിരുന്നത് അല്ലേ? പറയാൻ തോന്നിയാ പറയണ്ടേ? പറയണം. എന്റെ മുന്നിൽ വെച്ച് ഇത്ര ആകാമെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് ലക്ഷ്മി വായ തുറക്കും. കുട്ടിച്ചൻ ദുഷ്ടനാണെന്നും പറയും. അപ്പൊ എന്താ സംഭവിക്കുക? യദുക്കുട്ടൻ കേട്ടു എന്ന് പറഞ്ഞതും ലക്ഷ്മി പറഞ്ഞതും ചേർത്ത് മൈഥിലി അങ്ങ് വായിക്കും. അവൾക്ക് അപകടം മണക്കും അല്ലേ? ഇതിന്റെയൊക്കെ അവസാനം ഇതൊക്കെ തന്നെയല്ലേ? അതിനു മുമ്പ് എന്റെ അവസാനം ഉണ്ടാവും. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോ ലക്ഷ്മി, കുട്ടിച്ചനൊരു കുറ്റവാളിയാണെന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ആ നിമിഷം ഞാൻ സ്വയം അങ്ങ് ഒടുങ്ങും. എന്നെ കൊല്ലണമെന്നുണ്ടോ നിനക്ക്? പിന്നെ മൈഥിലിയുടെ ജയം. ലക്ഷ്മിക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായ ഒരു കാര്യമാണ്. ഞാനിന്ന് 5ാം ക്ലാസ്സിലാ. സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടി. ടീച്ചർമാർക്കൊക്കെ വാത്സല്യം. ആ സ്കൂളിലെ ഒരു താരം എന്നൊക്കെ പറയാം. ആ കൊല്ലം കാൽക്കൊല്ല പരീക്ഷയ്ക്ക് ഏകദേശം എല്ലാ വിഷയത്തിലും ഫുൾ മാർക്കിന് അടുത്തെനിക്കുണ്ടായിരുന്നു. ടീച്ചർമാര് വരെ അന്തം വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോ സ്കൂളിലൊരു മാഷ് പുതുതായി വന്നു. അങ്ങേരുടെ കൂടെ ഒരു പെങ്കൊച്ചു, ഒരു കുരുവി കുഞ്ഞിന്റെ അത്രയേ ഉള്ളൂ ഒരുത്തി. അവള് വന്നത് ഞങ്ങളുടെ ക്ലാസ്സിലേക്കാ. 4 മാസം കഴിഞ്ഞ് അരക്കൊല്ല പരീക്ഷ വന്നപ്പോ എന്നേക്കാ മാർക്ക് കൂടുതൽ അവൾക്ക്. കുട്ടിച്ചന്റെ ജീവിതത്തില് കുട്ടിച്ചൻ ആദ്യമായൊരു തോൽവി കാണുക. പിന്നതൊരു വാശിയായി. കൊല്ലപ്പരീക്ഷയിൽ അവളെ തോൽപ്പിച്ചേ മതിയാകൂ എന്നുള്ളൊരു വാശി. അമ്മയച്ഛനും ഉറങ്ങാൻ പറഞ്ഞിട്ടും ഉറങ്ങാതിരുന്ന് പഠിച്ചു. പച്ചവെള്ളത്തിൽ കാല് മുക്കിയിരുന്ന് കണ്ണടയാതെ നോക്കി. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? കൊല്ലപ്പരീക്ഷയ്ക്ക് 10 ദിവസം മുമ്പ് അവള് വസൂരി വന്ന് ചത്തു. കൊല്ലപ്പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴും കുട്ടിച്ചന് തന്നെ 1ാം സ്ഥാനം. കുഞ്ഞിലേ ഉണ്ടായിരുന്നു ഈ ദുഷ്ടത്തരൊക്കെ അല്ലേ? കുഞ്ഞിലേ ഉണ്ടായിരുന്ന അതേ രക്തം തന്നെയല്ലേ ഇപ്പോഴും എന്റെ ഞരമ്പിലൂടെ ഓടുന്നത് എന്റെ പൊന്ന് ലക്ഷ്മി. അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി ലക്ഷ്മി. എനിക്ക് മുമ്പിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് വെട്ടിമാറ്റാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നാ മതി. മൈഥിലി കല്യാണം നടത്തട്ടെ. കുട്ടികൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങട്ടെ. അതുകൊണ്ട് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ചിലതൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്റെ കൂടെ പഠിച്ചവള് ചത്ത കാര്യം പറഞ്ഞപ്പോ ലക്ഷ്മി ഒന്നും ഞെട്ടിയില്ലേ? അതുപോലെ ഇനിയും ഞെട്ടും. കുട്ടിച്ചന്റെ കണ്ണ് തുറന്നല്ലേ ലക്ഷ്മി ഇരിക്കുന്നത്. അതല്പം അപകടമാ. അമ്മ, അച്ഛനവരോട് പോകാൻ പറഞ്ഞില്ലെങ്കിലോ? അച്ഛനമ്മയോട് വാശിയില്ലേ? അപ്പൊ പോണ്ടാന്ന് പറയും. നോക്കാം മോനെ. ആ ആന്റി അച്ഛന്റെ ആരോ അമ്മേ? അത് അച്ഛന്റെ ബിസിനസ്സിലെ. അച്ഛന് ബിസിനസ്സിൽ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. അവരൊക്കെ ഇവിടെ വരാറുണ്ടോ? ഇവിടെ തങ്ങാറുണ്ടോ? മോൻ ഈ ചോദ്യങ്ങളൊന്നും ആരോടും ചോദിക്കണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടെ അമ്മ ഇന്ന് ഉറങ്ങും. ഇത് കാരണമാണോ അമ്മ എന്നോട് അങ്ങനെ ചോദിച്ചത്? എന്ത് കാരണം? അച്ഛനെ കുറെ കാലം കാണാതെ കഴിയാൻ പറ്റുമെന്നൊക്കെ. അച്ഛൻ വഴക്കുണ്ടാക്കും, നമ്മളിവിടെ ഇറക്കി വിടുമല്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ. ഇറക്കി വിട്ടാ എന്താ, നമുക്ക് പോവാൻ വേറെ സ്ഥലമില്ലേ? അമ്മയുടെ മോൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ. എനിക്കൊരു പേടിയില്ല അമ്മേ. എനിക്കെന്താ തോന്നുന്നതെന്നറിയോ? ഞാൻ കുറെ കൂടി വലുതായാലൊന്ന്. അച്ഛൻ്റെ ഒപ്പമൊക്കെ വളർന്ന് അച്ഛനോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കമ്മയെ പ്രൊട്ടക്ട് ചെയ്യാലോ. അമ്മമാരുടെ പ്രൊട്ടക്ഷൻ മക്കളുടെ കയ്യിലാ. അതിന് ആകാശത്തോളം വളരുമൊന്നും വേണ്ട. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇല്ലേ, അത് തന്നെയാ
അമ്മയുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. അമ്മ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ആന്റി ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോണെന്നാണോ അച്ഛൻ പറയുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആന്റി നേരത്തെ പോവാൻ തയ്യാറായതല്ലേ, അപ്പൊ അച്ഛനല്ലേ പിടിച്ചു നിർത്തിയത്. ഇനി ഇപ്പൊ ഈ രാത്രി ആന്റി എങ്ങനെ പോവാനാ? കുഴപ്പമില്ല മോളെ, ആന്റി പോവാം, അതാ നല്ലത്. അച്ഛാ, ഇപ്പൊ അമ്മ പറയുന്ന കേട്ട് ആന്റി ഇവിടുന്ന് പോയാ അച്ഛൻ അമ്മയുടെ മുന്നിൽ തോറ്റു എന്നർത്ഥം. പിന്നെ എനിക്ക് അച്ഛനെ റെസ്പെക്ട് ചെയ്യാൻ കൂടി തോന്നില്ല. പ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു പോയാ പിന്നെ നാണക്കേടാവും. എന്ത് നാണക്കേടുണ്ടായാലും ശരി, ആന്റി ഇന്ന് ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. സാരംഗ്, ആന്റി ഇന്ന് ഇവിടെ നിൽക്കുന്നോണ്ട് അമ്മയ്ക്കെന്താ? നമ്മുടെ പല റിലേറ്റീവ്സും ഇവിടെ വന്ന് തങ്ങാറില്ലേ? അമ്മ ആരോടെങ്കിലും ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടുണ്ടോ? യാമി മിണ്ടാതിരിക്കെ. ഞാൻ ചോദിച്ചതിന് മറുപടി താ. മാറി നിക്കടി ഇങ്ങോട്ട്. നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി അർഹിക്കുമ്പോ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുവരെ ആരെയും ബോധിപ്പിക്കാനും അനുകരിക്കാനും നിൽക്കണ്ട. മാറി നിക്കടി ഇങ്ങോട്ട്. സാരംഗ്, എന്താ തീരുമാനം? മായാ മഹേശ്വരി ഇപ്പൊ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? മൈഥിലി, നോ. ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാ നിങ്ങള്. നിങ്ങള് ഇന്ന് രാത്രി ഇവിടെ തങ്ങാൻ തീരുമാനിച്ച അതിന് വരുന്ന വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ പിറന്നവളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. ഈ കുടുംബം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടല്ലോ, പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവിടെ ഇരുട്ടുന്നു വെളുക്കുന്നു അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതിനകത്തെ വിട്ടുവീഴ്ചകള്, അതിനകത്തെ സഹനങ്ങള്, അതിനകത്തെ ത്യാഗങ്ങള്, അതൊന്നും നിന്നെപ്പോലെ ഒരുത്തിക്ക് മനസ്സിലാവില്ല. സാരംഗിന്റെ വാശിക്ക് വേണ്ടി ഇവിടെ തങ്ങാൻ നിങ്ങൾ എപ്പോ തീരുമാനിച്ചോ അപ്പൊ നിങ്ങൾ തെളിയിച്ചു ഒരു യോഗ്യതയും ഇല്ലാത്തവളാണ് നിങ്ങളെന്ന്. അങ്ങനെയുള്ളവളോട് ഒരു കോംപ്രമൈസും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ആട്ടി ഇറക്കുന്നതിന് മുമ്പ് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. മൈഥിലി, നമുക്ക് സംസാരിക്കാം സാരംഗ്. ഇവര് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം. സാരംഗ്, ഞാൻ ഇറങ്ങുന്നു. ഈ വെല്ലുവിളികൾ പേടിച്ചിട്ടൊന്നുമല്ല, ഇവിടെ ഈ കൊട്ടിക്കോഷിച്ച കുടുംബത്തിന്റെ കഥകൾ കേട്ടു നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോ എല്ലാം തീരുമാനിച്ചു അല്ലേ? എന്ത് തീരുമാനം? അല്ല, ഇനി ഇഷ്ടമില്ലായ്മകളൊന്നും പരസ്പരം പൊറുക്കേണ്ട കാര്യമില്ലല്ലോ. അത് സ്വയം തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യാം. ആന്റിമാർ ഇനിയും വരും. കാണാത്ത ലോകങ്ങൾ കാണിച്ചു തരാമെന്ന് പറയും. ചിലപ്പോ അവരൊക്കെ അമ്മയേക്കാൾ മികച്ചതാണെന്ന് മോക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ ഒന്നോർത്തോ, അമ്മയാവില്ല അവരാരും. നിന്റെ ഉള്ളു കാണാൻ പറ്റില്ല അവർക്കാർക്കും. മോൾ ഓർത്തു വെച്ചോ. അച്ഛൻ ഇനി ആന്റിയുടെ മുഖത്ത് എങ്ങനെ നോക്ക? നാണക്കേട്.